ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനു മാത്രം ഇവിടെ എന്താ സംഭവിച്ചത്? പണം തരാന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ ലോനപ്പേട്ട ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ത് പഴച്ചു? ഞങ്ങൾ വരാൻ ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിലോ? തെറ്റുപറ്റിപ്പോയി. ആ സമയത്ത് എന്റെ തലയിൽ ഏതോ ചെകുത്താൻ കയറി. കല്യാണം നടക്കാതെ മണവാട്ടിയുടെ വേഷത്തിൽ എന്റെ മോള് പള്ളിമുറ്റത്ത് നെഞ്ചു തകർന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ എങ്ങനെ സഹിക്കും? ആ നാണക്കേട് ഓർത്തപ്പോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പണം കൊണ്ടുവരുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ? വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഉറപ്പായിട്ടും വരുമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ രാത്രി ഇത്രയും സമയമായപ്പോ നിങ്ങൾ വരില്ലെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. ആ സമയം മുഴുവൻ ഞങ്ങൾ പണത്തിലുള്ള നെട്ടോട്ടത്തിലായിരുന്നു. ഇത്രയും ലേറ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ല. ഈ മഹാപാപം ചെയ്യുന്നതിന് മുമ്പ് ലോനപ്പേട്ടന് ഞങ്ങളൊന്ന് വിളിച്ചുകൂടായിരുന്നു? അതെ മോളെ, മോളെ നീ പഠിപ്പുള്ളവളല്ലേ, ബുദ്ധിയുള്ളവളല്ലേടി? ഒരു കല്യാണം മുടങ്ങിയാൽ ഇല്ലാതായി പോകുന്നതാണോ ഒരു പെണ്ണിന്റെ ജീവിതം? ആണോ? നോക്ക്, നിനക്ക് താഴെയുള്ള ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങളെ പറ്റി നീ എന്താ ഓർക്കാതിരുന്നത്? അച്ഛനും അമ്മയ്ക്ക് ധൈര്യം കൊടുക്കണത് നീ അല്ലായിരുന്നോ? മോക്കെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ചെക്ക് കിട്ടിയെങ്കിലും അത് പണമാക്കി മാറ്റിയെടുക്കാൻ ഒരുപാട് കടമകൾ കടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും താമസിച്ചത്. എന്നാലും ഈ പൊടി കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ലോനപ്പേട്ടൻ എങ്ങനെ തോന്നി? മക്കളെ, അപ്പന് തെറ്റ് പറ്റിപ്പോയടാ. അപ്പനോട് ക്ഷമിക്ക്. മക്കളെ, സാധാരണ ഏതൊരപ്പനെയും പോലെ ഞാനും എന്റെ മോളുടെ മിന്നുകെട്ട് മാത്രമേ ഓർത്തുള്ളൂ. മീര, നീ അതിങ്ങടുത്തെ. ഈ പണം മോള് തന്നെ വെച്ചു പിടിക്ക്. പോട്ടെ, എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ലോനപ്പേട്ട, നാളെ ഇവളുടെ കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് നടത്തണം. നോക്ക്, നിന്റെ മിന്നുകെട്ടും കഴിഞ്ഞ് വീട് കുടിയിരിപ്പും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും ഇവിടുന്ന് പോകുന്നുള്ളൂ. പോരെ? ഒന്ന് ചിരിക്കടി, ഒന്ന് ചിരിക്കേ. സന്തോഷായില്ലേ എല്ലാവർക്കും?